ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്സസ് ട്രാക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കുറച്ച് ട്രിക്കുകൾ, മാത്തമാറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് അടിപൊളി ട്രിക്കുകളിലേക്കാണ് പോകുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ ആൻസറുകൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കെല്ലാം അറിയാം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എല്ലാവർക്കും റെക്റ്റാങ്കിൾ വരയ്ക്കാൻ അറിയാലോ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ 5, 5, 4 അത് നമുക്കിവിടെ കൊടുക്കുന്നു. ഈ 3, 4 ഞാൻ ഇവിടെയും കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനാണ്. ഈ 5നെ 3 കൊണ്ട് ഗുണിക്കുക. ഈ 5നെ ഈ 3 കൊണ്ട്, 5 3 കൂടെ ഗുണിച്ചാൽ 15. 5 × 3 15. സോ ദെൻ വീണ്ടും എന്താണ്? അടുത്ത ഇവിടെ കിടക്കുന്ന ഈ ഏത് നമ്പർ ആണെങ്കിലും, ഇതിപ്പോൾ 5 തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു. 5 × 3 എത്രയാണ്? 15. 4 × 3 എന്ത് വരും? 12. അപ്പോൾ മനസ്സിലായോ? ആദ്യം കിടക്കുന്ന നമ്പർ കൊണ്ട് ഈ ആദ്യം കിടക്കുന്നതിനെ, വീണ്ടും ഈ രണ്ടാമത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ, മൂന്നാമത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ്? ആദ്യം കിടക്കുന്നത് കൊണ്ട് ഇതിനെ. അപ്പോൾ 5 4 കൂടെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 20. ഈ 5 4 കൂടെ ഗുണിക്കുമ്പോൾ 20. 4 4 കൂടെ ഗുണിക്കുമ്പോൾ 60. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു, പിന്നെ ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇത് കൊണ്ട് ഇതിനെ ഗുണിച്ചു. സിമ്പിൾ. ഇനി നമുക്ക് എളുപ്പം എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഭാഗത്ത്, അതായത് ഈ ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരിടത്ത് എത്ര എണ്ണം ഉണ്ട്? ഒരേ ഒരു നമ്പറേ ഉള്ളൂ. ഏതാണ്? 1. ആ 1 നമ്മളിവിടെ എഴുതി. ഇനി ഈ ഇത്രയും ഭാഗത്ത് എത്ര പേരുണ്ട്? 2 5 1 അല്ലേ? ഇത് 3 കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. 5 2 7, 7 1 8. കഴിഞ്ഞു. അടുത്തത്, ഇനി അടുത്ത എത്രയാണ്? ഈ ഭാഗത്ത് അല്ലേ? 0 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്. ഇത് ഇത്രയും കൂടെ കൂട്ടുക. 0 2 കൂടെ കൂട്ടിയാൽ 2 അറിയാം. 2 5 കൂടെ കൂട്ടിയാൽ 7, 7 1 കൂടെ കൂട്ടിയാൽ 8. ഇവിടെ എന്തൊക്കെയാ? 0 1 2. 0 1 2 കൂടെ കൂട്ടിയാൽ 3. 2 1 3. ഇവിടെ 6 മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടി നമുക്ക്. എന്താണ്? 18836. ഇതാണ് ആൻസർ. വളരെ എളുപ്പമല്ലേ? ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, അപ്പോൾ ഒത്തിരി മനസ്സിലാവും. അടുത്ത പ്രോബ്ലം നോക്കാം. സമയം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റെക്റ്റാങ്കിളൊക്കെ വരച്ചിട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ എഴുതി നോക്കാം. ഈ 612 അതുപോലെ എഴുതി. ഇൻറ്റു 45 45 ആയിരുന്നു. ആ 45നെ ഞാൻ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? 6ഉം 4ഉം കൂടെ ഗുണിക്കണം അല്ലേ? 6ഉം 4ഉം കൂടെ ഗുണിച്ചാൽ എന്ത് വരും? 6 × 4 24. 1ഉം 4ഉം കൂടെ ഗുണിക്കണം. എന്ത് വരും? 4. 1ഉം 4ഉം കൂടെ ഗുണിക്കുമ്പോൾ എന്ത് വരും? 4. അത് നമ്മൾ എവിടെ എഴുതും? അപ്പോൾ 4 അല്ലേ ഉള്ളൂ, ഒരു നമ്പർ അല്ലേ? അത് നമ്മൾ എവിടെ എഴുതും? തീർച്ചയായിട്ടും ഇവിടെ എഴുതണം. ഇവിടെ എന്താണ്? 0. 4 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇങ്ങനല്ലേ 4? സോ അത് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താ? സംശയമില്ലല്ലോ ആർക്കും? 1 × 4 4 ആണ്. പക്ഷെ ഇവിടെ 2 ഡിജിറ്റ് എഴുതേണ്ട ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4 എന്ന് വെച്ചാൽ 0 4 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 4 മാത്രം എഴുതിയാലും മതി. ഇവിടെ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നും ഇടാതിരുന്നാലും മതി. ഓക്കെ, അടുത്ത 2 × 4 8. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 8 എന്ന് പറയുന്നത് ഒരൊറ്റ വെക്കുക അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എഴുതിയില്ലെങ്കിലും നോ പ്രോബ്ലം. അഥവാ എഴുതണം എന്നുണ്ടെങ്കിൽ 0 കൊടുത്തേക്ക്. ഓക്കെ, അടുത്ത ഇനി എന്താണ്? 6 × 5 6 × 5 എന്ത് വരും? 30. 1 × 5 അപ്പോൾ എന്താണ്? 5. അപ്പം നമ്മൾ എവിടെ കൊടുക്കും? താഴത്തതിലെ കൊടുക്കാവൂ. ഇവിടെ 0. അടുത്ത എന്താണ്? 2 × 5 2 × 5 10. അപ്പോൾ നമ്മൾ 10 എഴുതി. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ ഒരെണ്ണവേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 കൊടുത്തു. ഇത് ഇത്രയും കൂടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3ഉം 4ഉം 0. 3ഉം 4ഉം 0 കൂടെ കൂട്ടിയാൽ 7 ആണ്. കൂട്ടുകയാണ് വേണ്ടത്, മറന്നു പോകരുത്. ഇവിടെ എന്തുണ്ട്? എല്ലാം 0 ആണ്. ഒരു 4 മാത്രമേ ഉള്ളൂ. 4ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 4 തന്നെയാണ്. ഇവിടെ 5 ഉണ്ട്. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6. 6ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 14. എന്താണ്? 14 അല്ലേ? 14. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ ആഡ് ചെയ്യുമ്പം 4 ഇവിടെ എഴുതും. ശിഷ്ടം 1 എന്ത് ചെയ്യും? തൊട്ട് അടുത്ത നമ്പറിൽ കൂട്ടും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ശിഷ്ടം നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, അടുത്ത എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഡൗട്ട് വരാൻ നേരത്തിൽ നിന്നും എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പം 14 ആണ് വന്നത്. നമ്മളത് 14 കയറി എഴുതത്തില്ല. 14 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 എഴുതി ശിഷ്ടം ഇപ്പുറം കൊടുക്കും. നമ്മൾ അങ്ങനെയല്ലേ കൂട്ടുന്നതിലൊക്കെ പഠിച്ചിട്ടുള്ളത്? 4 എഴുതും, ശിഷ്ടം ഇപ്പുറത്തേൽ കൂട്ടും. മനസ്സിലായോ?
അപ്പം നമ്മളിവിടെ 4 എഴുതി, ശിഷ്ടം എന്താ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പർ എടുത്ത് എഴുതാം. 2 7 2 എഴുതി, 7 എഴുതി, 4ൻ്റെ കൂടെ എന്തോ കൂട്ടണം, ഈ ശിഷ്ടം 1 കൂട്ടണം. അപ്പം 5, ഇവിടെ 4, ഇവിടെ 0. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പം ഇവിടെ ശിഷ്ടം വരുന്നൊരു കാര്യം മാത്രമേ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നേക്കുന്നത്. അത് നമുക്ക് പഴയ പോലെ നമ്മൾ സാധാ അഡീഷനിൽ എങ്ങനെ ചെയ്യുമോ അതുപോലെ തന്നെ 14 ആണെങ്കിൽ 4 എഴുതി 1 തൊട്ടിപ്പുറത്തുള്ള സംഖ്യയുടെ കൂടെ കൂട്ടി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, വേറൊരു ട്രിക്കിലേക്ക് പോവാം. ഇത് നോക്കിയേ, 112 × 114. ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100നോട് അടുത്താണ് കിടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയും ചെയ്യണ്ട, അല്ലാതെ എളുപ്പം ഇത് ചെയ്യാം. അതായത് 100നോട് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? 100 + 12 എന്ന് എഴുതാം അല്ലേ? 100ൻ്റെ കൂടെ 12 കൂട്ടുന്നതാണ് 112 എന്ന് എഴുതി കൂടെ? ഇതിനെ നമുക്ക് എഴുതാം 100ൻ്റെ കൂടെ 14 കൂട്ടുന്നതാണ് 114. ശരിയല്ലേ? 100 + 40. സോ നമുക്ക് എന്താണ്? ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ ഒരു 14 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ ഇവിടോട്ട് എന്തിടുന്നു? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 26 എന്ന് കിട്ടും അല്ലേ? അത് നമ്മളിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഗുണിച്ചും കൂടെ എഴുതണം. ഇത് രണ്ടും കൂടെ 12ഉം 14ഉം കൂടെ നമ്മൾ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 168. അപ്പോൾ 12ഉം 14ഉം കൂടെ നമുക്ക് എളുപ്പം എങ്ങനെയാണ് ഗുണിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്താ ചെയ്താൽ മതി? 4ഉം 2ഉം കൂടെ ഗുണിക്കുക 8 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ ക്രോസ്. അപ്പോൾ എന്ത് ചെയ്യും? 1 4 4ഉം 1 2 2ഉം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 6. പിന്നെ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഗുണിക്കണം 1 1 കൂടെ. അപ്പോൾ എന്ത് കിട്ടി? 168. എളുപ്പം ചെയ്തൂടെ? അപ്പോൾ നമുക്ക് 168 കിട്ടി. ഓക്കെ, അത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 112 114 കൂടെ ആയപ്പോൾ ഞാനിത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 26 അല്ലേ കിട്ടിയത്? ആ 26 നമ്മൾ എന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ കൂട്ടണം. ഇവിടെ നമ്മൾ കൂട്ടിയല്ലേ എഴുതിയേക്കുന്നത് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിലും ഈ കിട്ടിയ 26നെ എന്ത് ചെയ്യണം? 100 + 26 ആണ്. എന്ത് കിട്ടും ആൻസർ? 126. അത് അതുപോലെ എഴുതി. പിന്നെ ഇവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നത്? 168 അല്ലേ? 168 നമ്മൾ എന്ത് ചെയ്യും? 68 എഴുതുക. എന്നിട്ട് ഈ 1 എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കുക. മനസ്സിലായോ? 168 68 എഴുതി 1 നമ്മളിവിടെ കൊടുത്തു. അപ്പം നമുക്ക് ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 1 2 ഈ 6 ഒന്നുകൂടെ കൂട്ടി 7 6 8. മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ മനസ്സിലാവും, ഒത്തിരി കൂടെ മനസ്സിലാവും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിയേ. 104 × 102 അല്ലേ? എന്താണ്? നമ്മൾക്ക് 100നോട് അടുത്ത നമ്പറാണ്, 100നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 100 + 4 എന്നും 100 + 2 എന്നും എഴുതാം. 100നേക്കാൾ കൂടിയ നമ്പറാണ്, 100നോട് അടുത്ത നമ്പറാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു 4ഉം കിട്ടി. ഇവിടുന്ന് എന്ത് കിട്ടി? ഒരു 2ഉം കിട്ടി. ഇനി നേരത്തെ എന്താ നമ്മൾ പറഞ്ഞ്? ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 8 എന്നും കിട്ടും. നിർത്തുക, അവിടെ വെച്ച് നിർത്തി. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. എന്താണ്? 100ൻ്റെ കൂടെ കൂട്ടിയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസറിലും ഇത് 100ൻ്റെ കൂടെ കൂട്ടുക. 100 + 6 100 + 6. ഓക്കെ, അപ്പോൾ എന്ത് വരും? 106 എന്ന് വരും. ശരിയല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത ഇവിടെ എഴുതേണ്ടത് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? 8 അല്ലേ? പക്ഷേ 100ൻ്റെതായതുകൊണ്ട് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രോബ്ലത്തിന് നമുക്ക് ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? 168 എന്നങ്ങാണ്ടായിരുന്നു കിട്ടിയത് അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ 68 അല്ലേ എഴുതിയത്? 2 ഡിജിറ്റ് 68 എഴുതിയിട്ട് ഈ 1 തൊട്ടിപ്പുറത്തെ നമ്പറിൻ്റെ കൂടെ കൂട്ടുകയല്ലേ ചെയ്തേ? അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും എന്തേ ചെയ്യാവൂ? 2 ഡിജിറ്റ് എടുത്തെഴുതണം. അപ്പോൾ ഇവിടെ 1 അല്ലേ ഉള്ളൂ. ഇത് 2 ഡിജിറ്റ് ആക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ്. ഇത് നമ്മൾ എന്താണ്, എൻ്റെ ഒരു വീഡിയോ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുന്ന വീഡിയോയിൽ ഞാനിത് നിങ്ങൾക്ക് നന്നായിട്ട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ഈ 8നെ 08 എന്ന് എഴുതിയാലും എന്താണ് അർത്ഥം? 8 എന്ന് തന്നെയാണ്. പക്ഷെ ഇത് 2 ഡിജിറ്റ് ആയി. ഓക്കെ, നമ്മളപ്പോൾ ആ 2 ഡിജിറ്റ് ഇവിടെ കൊടുക്കുന്നു. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ 8 എന്ന് വരിക അല്ലെങ്കിൽ ഒറ്റയക്കം വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ 0 ഇട്ടിട്ട് വേണം ഇവിടെ എഴുതാൻ. 2 ഡിജിറ്റ് എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. അതല്ല ഇതുപോലെ 3 അക്കം വരികയാണെങ്കിൽ നമ്മൾ അവസാനത്തെ 2 ഡിജിറ്റ് ഇവിടെ എഴുതുക. ബാക്കി ഇവിടെ എന്താണോ വരുന്നത് അത് തൊട്ടിപ്പുറത്തെ നമ്പറിനൂടെ കൂട്ടുക. ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ 1 തന്നെ കൂട്ടി ഇപ്പുറത്തിൻ്റെ കൂടെ. ഇവിടെ പക്ഷേ 2 വന്നാൽ എന്ത് ചെയ്യണം? അവിടെ 2 കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇനി വേറൊരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. അടുത്ത ട്രിക്ക്,
ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏതൊരു 4 ഡിജിറ്റ് നമ്പർ തന്നിട്ടും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോഴേ അറിയാം ഇത് പൂർണ്ണമായിട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്ത് പോയിൻ്റൊക്കെ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വേറൊരു രീതി പറഞ്ഞു തരാം. അതായത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്? 10/2 എന്നാണ് അല്ലേ? 10/2 ആണ് 5. ഇത് നമ്മുടെ മനസ്സിലൊരു ഓർമ്മ വേണം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ ഇതിൻ്റെ ഡബിൾ എടുക്കുന്നു. അതായത് 4261ൻ്റെ ഡബിൾ. 4261ൻ്റെ ഡബിൾ എന്ന് വെച്ചാൽ എന്താണ്? 4261 × 2 എന്നോ എടുക്കാം, അല്ലെങ്കിൽ 4261 + 4261 എന്ന് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 എടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 4261 + 4261 ഇങ്ങനെയും വേണമെങ്കിൽ എഴുതി കൂട്ടിയാലും ശരിയാണ്, അല്ല 2 കൊണ്ട് ഗുണിച്ചാലും ശരിയാണ്. ഓക്കെ, 2 2 5 8 അല്ലേ? അപ്പം 85/22 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡബിൾ എടുക്കുക, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. എവിടെ നിന്നും? വലത്ത് നിന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പം നമുക്ക് ആൻസറായി. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ ഈ നമ്പറിൻ്റെ ഡബിൾ എടുക്കുക. അത് ഒന്നുകിൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതേ പ്ലസ് ഇത് തന്നെ അങ്ങ് കൂട്ടിയാലും മതി. ആ കിട്ടുന്ന ആൻസർ അതാണിത്. ഈ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 5 22 എന്നാണ് കിട്ടിയത്. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമുക്ക് ഡിവിഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു സ്ഥാനം മാറ്റി ഇങ്ങോട്ട് മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ എന്തായി? ആൻസറായി. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം. ഇനി വേറെ കുറേ ട്രിക്കുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.